നന്ദനയുടെ കുടുംബ വീട്ടിൽ നമ്മൾ നേരിട്ട് ചെന്ന് വിവരങ്ങൾ അന്വേഷിക്കുന്നത് അപാകതയാവില്ലേ? ഇല്ല. ഒന്നാമത് നമുക്ക് അപരിചിതമായ വീട്, അവിടുത്തെ സാഹചര്യങ്ങളും അറിയില്ല. നന്ദനയുടെ ആങ്ങളില്ലേ അവിടെ, വിനായകൻ? അയാളെ നമുക്ക് പരിചയമുണ്ടല്ലോ. പക്ഷേ ജലജ, നമുക്കറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാ. ഏതർത്ഥത്തിൽ നന്ദനയുടെ അമ്മ ഇത് എടുക്കുമെന്ന് അറിയില്ല. രവി, നമുക്ക് ആ വീടോ അവിടെ ഉള്ളവരോ പ്രശ്നമല്ല. സുപ്രിയയുടെ ജീവിതം, അവളുടെ ഭാവി, കുടുംബത്തിന്റെ ഭദ്രത, അത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം. അതൊരു പക്ഷേ നമ്മുടെ മാത്രം വിഷയമാണ്. അവിടെ ഒരർത്ഥത്തിലും മടിച്ചു നിൽക്കാൻ പറ്റില്ല. ഹരിപ്രസാദിന്റെ അമ്മ നമ്മളോട് നന്ദനയും ഹരിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതാ. അത് രേണുകേച്ചിയുടെ ഭാഗം. അവരുടെ സൈഡിൽ നോക്കുമ്പോൾ അതായിരിക്കും ശരി. വേറൊരു ശരി മറുഭാഗത്തുണ്ടെങ്കിലോ? രവി സ്വന്തം ഇമേജിനെ കുറിച്ച് ഓർക്കുന്നത്. അത് വിട്. അതുകൊണ്ടല്ലടോ. നന്ദനയുടെ തറവാട്ടിലേക്ക് വന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രവി കാറുമായി റോഡിൽ നിന്നാ മതി. ഞാൻ ചെന്ന് സംസാരിക്കാം. ഇനി അതല്ല, അതും വേണ്ടെന്നാണെങ്കിൽ തിരിച്ചു പോകാം. എന്തു തീരുമാനിച്ചു? നിക്ക്. നന്ദനയുടെ കുടുംബത്തേക്കാണോ അതോ മടങ്ങി പോവാണോ? എന്തായാലും എനിക്ക് വഴക്കില്ല. ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചതല്ലേ, മുന്നോട്ട് തന്നെ പോകാം. ഞാൻ കേറ്. ഈ ഭാഗത്ത് എവിടെയോ ആണ് വീട്. ആ വരുന്ന ആളോട് ചോദിച്ചു നോക്കാം. ചോദിക്കാം. ഹലോ, എന്താ? ഈ ഏരിയയിലുള്ള ഒരു നന്ദനയുടെ വീട് അന്വേഷിച്ച് വന്നതാ. അറിയോ? നന്ദനയോ? അതെ, ഇപ്പൊ ഇവിടെ അല്ല താമസം. കല്യാണം കഴിഞ്ഞു പോയി. കുടുംബ വീട് എവിടെയാ? പനക്കിലെ സുമിത്രയുടെ മോളുടെ കാര്യമാണോ? പനക്കിലെ സുമിത്ര തൃശ്ശൂരാണോ കല്യാണം കഴിപ്പിച്ചയച്ചത്? അതെ. ദാ ആ വളവ് കഴിഞ്ഞ് കാണുന്ന രണ്ടാമത്തെ വീടാ. അതെ, പനക്കിലെ സുമിത്രയുടെ വീടെന്ന് പറഞ്ഞാൽ എല്ലാരും അറിയും. ഓ, അത് ശരി. താങ്ക്സ്. അപ്പൊ സാറേ, സ്ഥലം വാങ്ങിക്കാൻ വന്നാണോ? മനസ്സിലായില്ല. മറ്റേ 40 സെന്റ്. ഓ, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. നോക്കിയും കണ്ടും വേണം കൈ കൊടുക്കാൻ. ആ സ്ഥലം ഇപ്പോഴും നന്ദനയുടെ പേരിലാ. ശിവരാമേട്ടന്റെ ആദ്യത്തെ വകയിലെ മോളാ നന്ദന. പറഞ്ഞു നന്നായി. ശരി എന്നാല്. കേറ്. പഴയ വാസ്തുവിന്റെ സ്റ്റൈലുള്ള നല്ലൊരു വീട് അല്ലേ? പിന്നെ ആദ്യം തന്നെ സബ്ജക്റ്റിലേക്ക് കടക്കണ്ട. വാ. നമസ്കാരം. നമസ്കാരം. സുമിത്രേച്ചി? അതെ, എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ആദ്യമായിട്ടാ കാണുന്നേ. ഞങ്ങൾ കുറച്ച് അകലെന്നാ വരുന്നത്. മകനില്ലേ? അവനെ അറിയാമോ? ഞങ്ങൾക്ക് പരിചയമുണ്ട്. ചേച്ചി ഒന്ന് വിളിച്ചേ. പുറത്തെവിടെയോ പോയിരിക്കുക. സാരമില്ല, വന്നോട്ടെ. അകത്തോട്ടിരിക്കാം. വരൂ, ഇരിക്കൂ. വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല. സോറി, പരിചയപ്പെടുത്തിയത് കൂടിയില്ല. ഞാൻ രവികുമാർ, ഇത് ജലജ. സത്യം പറഞ്ഞ
ഞങ്ങൾ മകനെ കാണാൻ വന്നതല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. കുറച്ച് സ്ഥലം വിൽക്കാനുണ്ടെന്ന് കേട്ടു. എന്നാലൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാ. അങ്ങനെ വിൽക്കാനായിട്ട് 40 സെന്റിന്റെ കാര്യം ചേച്ചി. എന്തുപറ്റി? ബിസിനസ്സായി കഴിഞ്ഞോ? എന്നാ പോട്ടെ. അതൊന്നുമല്ല. ആരാ പറഞ്ഞ വിൽക്കാനുണ്ടെന്ന്? അതിപ്പോ ആരെങ്കിലും ആയിക്കോട്ടെ. ഈ വീടിനോട് ചേർന്നുള്ള വസ്തുവാണോ? അല്ല, കുറച്ചപ്പുറത്തായിട്ടാ. പക്ഷെ നിങ്ങൾ കേട്ടത് ശരിയല്ല. അതിപ്പോ വിൽക്കുന്നില്ല. അതെന്താ? എന്റെ പേരിലുള്ള വസ്തു അല്ല അത്. ശിവരാമേട്ടൻ മോൾക്ക് എഴുതി കൊടുത്തതാ, നന്ദനയ്ക്ക്. നന്ദന ഇപ്പോ ഇവിടെയല്ല താമസം. തൃശ്ശൂര് ഭർത്താവിന്റെ കൂടെയാ. ഓ ഐ സി. ഒരു സംശയം തോന്നിയത് ചോദിച്ചോട്ടെ. ഹസ്ബൻഡ് നന്ദനയ്ക്ക് എഴുതി കൊടുത്ത സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പൊ നന്ദന ചേച്ചിയുടെ മോളല്ലേ? അല്ല, ഞാനും ഇത് ഓർക്കാതിരുന്നില്ല. എന്റെ മോളല്ല. ശിവരാമേട്ടൻ ആദ്യം ഒരു കല്യാണം കഴിച്ചിരുന്നു. അതിലുള്ള കുട്ടിയാ. എന്നാലും വളർത്തിയത് ഞാനാ. ഇപ്പോഴെങ്ങനെ നന്ദന വരാറുണ്ടോ? പ്രസവിച്ചു വളർത്തിയ മക്കൾ പോലും അമ്മമാരെ അവഗണിക്കുന്ന കാലാണ്. അതുകൊണ്ട് ചോദിച്ചതാ. വസ്തു വിൽപ്പനയെക്കുറിച്ച് അറിയാൻ വന്നവര് കുടുംബവിശേഷങ്ങൾ ചോദിക്കുന്നത് എന്തിനാ? ഇപ്പോ ഇവിടെ സ്ഥലം വിൽക്കാനില്ല. അതറിഞ്ഞ പോരെ? എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട്. ചേച്ചി, വസ്തു എന്നൊക്കെ പറഞ്ഞു വന്നെങ്കിലും ഞങ്ങൾ വന്നതിന് പിന്നിൽ മറ്റൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ അമ്മമാരാണല്ലോ. മക്കൾ എത്ര വലുതായാലും നമുക്ക് അവരെക്കുറിച്ച് എപ്പോഴും മനസ്സിലൊരു കരുതൽ കാണും. നന്ദനയെ ചേച്ചി പ്രസവിച്ചതല്ല, വളർത്തമ്മ മാത്രമാണ്. എന്നിട്ടും അവളുടെ കാര്യത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധയുണ്ട്, ശരിയല്ലേ? ചേച്ചിക്ക് വേറെ മക്കളുണ്ട്. എന്നാൽ ഞങ്ങളുടെ കാര്യം കേൾക്കണോ? എനിക്ക് രവിക്കും ഒരൊറ്റ മോളേ ഉള്ളൂ. ആണായിട്ടും പെണ്ണായിട്ടും ഒരേ ഒരു കുട്ടി. ഞങ്ങൾക്ക് അവളുടെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടാവില്ലേ? ഇല്ലേ ചേച്ചി? എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ മോളുടെ കാര്യം ഇവിടെ എന്തിനു പറയണം? കാര്യമുണ്ട്. സുപ്രിയ, അതാണ് ഞങ്ങളുടെ മോളുടെ പേര്. കല്യാണം കഴിഞ്ഞു. ഈ നാട്ടിലേക്കാ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഹസ്ബൻഡിന്റെ പേര് ഹരിപ്രസാദ്, ചെമ്പരിക്കിലെ ഹരിപ്രസാദ്. ഇപ്പറഞ്ഞ ഹരിപ്രസാദിനെ ചേച്ചിക്കറിയാലോ, ഇല്ലേ? ഹരിയെ മാത്രമല്ല, ചെമ്പരിക്കിലെ എല്ലാവരെയും എനിക്കറിയാം. കല്യാണത്തിന് ക്ഷണിച്ചിരുന്നതാ, പോവാൻ പറ്റിയില്ല. എന്നിട്ടും കാര്യം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞില്ല. ഹരിപ്രസാദും നന്ദനയും തമ്മിൽ സ്നേഹമാണെന്നും അവരുടെ കല്യാണം ഒരിക്കൽ നിശ്ചയിച്ചിട്ട് മുടങ്ങിയതാണെന്നും ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ മോളെ ഹരി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പഴയ ബന്ധത്തിന്റെ സൂചനകൾ കിട്ടിയിരുന്നു. അതാണ് സത്യം. എപ്പോഴേ നടന്ന സംഭവങ്ങള് പിന്നെയും ചെകഞ്ഞെടുക്കുന്നത് എന്തിനാ? ഹരിയും നന്ദനയും വേറെ കല്യാണം കഴിച്ചു. നന്ദന അവളുടെ ഭർത്താവിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുന്നു. ഹരിപ്രസാദിന്റെ ഭാര്യയായി നിങ്ങളുടെ മോളും ജീവിക്കുന്നു. പിന്നെന്താ പ്രശ്നം? നന്ദന ഭർത്താവിന്റെ കൂടെ സുഖമായിട്ടായിരിക്കും ജീവിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ കുട്ടിയുടെ കാര്യം അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പ്രിയയും ഹരിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നല്ല, പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് മുൻകൂട്ടി അറിഞ്ഞ് തടയേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. നന്ദന കാരണം നിങ്ങളുടെ മരുമാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴെന്നല്ല, ഒരിക്കലും അങ്ങനെ ഒരു പ്രയാസം അയാൾക്കുണ്ടായിട്ടില്ല. മറിച്ച് ഹരി കാരണം നന്ദനയ്ക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടേ ഉള്ളൂ. എന്ത് പ്രശ്നം ഉണ്ടായെന്നാ? അതൊക്കെ ഹരിക്കറിയാം. ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നവരല്ല. ഒരു വിവരം അറിഞ്ഞപ്പോ അതിന്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കണം തോന്നി. എന്ത് വിവരം അറിഞ്ഞേ? നന്ദനയും ഹരിപ്രസാദുമായുള്ള റിലേഷൻ ഇപ്പോഴും തുടരുന്നുണ്ടെന്ന്. അവര് തമ്മിൽ തല്ലിപ്പിരിഞ്ഞിട്ടില്ല. പക്ഷേ വഴിവിട്ടൊരടുപ്പവും ഇല്ല എന്നുള്ളത് സത്യ. ഹരി പക്ഷേ തൃശ്ശൂരിൽ നിന്ന് സ്ഥലം മാറ്റം വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. സുപ്രിയെ തൃശ്ശൂരിലേക്ക് കൊണ്ടുചെന്ന് താമസിപ്പിക്കാനും തയ്യാറല്ല. അതിന് ഞാനാണോ സമാധാനം പറയേണ്ടത്? ഹരിപ്രസാദ് എന്റെ ആരുമല്ല. എനിക്കിതൊന്നും അറിയേയില്ല. നന്ദന ഇവിടെ വരാറില്ലേ?
കുറെ നാളായി. ഇവിടുന്ന് ആരും തൃശ്ശൂർക്ക് പോവാറുമില്ല. അങ്ങനെ വിരുന്നു പോകുന്ന പതിവ് പണ്ടേയില്ല. ഞങ്ങൾ സീരിയസ് ആയിട്ടൊരു വിഷയം അവതരിപ്പിച്ചിട്ട് ചേച്ചിക്ക് അതിന്റെ ഗൗരവമില്ല. അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾ അവതരിപ്പിച്ച വിഷയത്തിന് അടിസ്ഥാനം ഇല്ലാന്ന എന്റെ വിശ്വാസം. പിന്നെ എന്തിനു ഗൗരവത്തിലെടുക്കണം? ഞങ്ങൾ വെറും ഊഹാപോഹം വെച്ചല്ല വന്നത്. നന്ദനയുടെ ആങ്ങളെയാണ് ചില വിവരങ്ങൾ തന്നത്. മോളാണോ? മരുമോളാണ്. ഇതാരാമേ? കുട്ടിയുടെ ഹസ്ബൻഡിന്റെ പരിചയക്കാരാ. പേരെന്താ? ലൈല. ലൈല വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഹസ്ബൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ലേ? രണ്ടുപേരോട് ജോലിക്ക് പോകേണ്ട ആവശ്യം എന്താ അല്ലേ? എടി ലൈലേ, ലൈലേ, എടി ലൈലേ, അല്ല, ആളെത്തിയല്ലോ. വന്നപ്പോ ഞങ്ങൾ ചോദിച്ചു വിനായകൻ എവിടെയെന്ന്. ആരാ? വിനായകൻ വാ. അല്ല, ആരാന്നാ പറഞ്ഞേ? വിനായകൻ മോനെ അറിയാന്ന് പറഞ്ഞില്ലേ? വിനായകനോ? എന്താണ് മനീഷ ഇത്? മനീഷോ? ഇത് വിനായകനല്ലേ? ഓ, ഇപ്പൊ മനസ്സിലായി. വിനായകനെ. അമ്മേ, കുഞ്ഞമ്മയുടെ മോന്റെ കാര്യം അവര് പറയുന്നേ. ഏത് കുഞ്ഞമ്മ? ഒന്നും അറിയാത്ത പോലെ. സാറേ, എന്റെ കുഞ്ഞമ്മയുടെ മോനുണ്ടേ, കണ്ട എന്നെ പോലെ ഇരിക്കും. സെയിമാ. അവനാ വിനായകൻ. മനീഷേ, അമ്മ മിണ്ടാതിരിക്കേ. ഇവരെ വെറുതെ കൺഫ്യൂഷൻ ആക്കല്ലേ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. സാറേ, എന്റെ പേര് മനീഷ് എന്നാ. കുഞ്ഞമ്മയുടെ അമ്മയുടെ മോൻ, അതായത് കുഞ്ഞമ്മയുടെ മോൻ, ഇരട്ട സഹോദരനാ വിനായകൻ. ദേ, ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പ്രയാസമാ അല്ലേ അമ്മേ? എന്തിനേറെ പറയുന്നു, ചിലപ്പോ കണ്ണാടി നോക്കുമ്പോഴേ എനിക്ക് പോലും സംശയം തോന്നും, ഞാനാണോ അതോ അവനാണോന്ന്. അവനുമായിട്ട് പരിചയപ്പെട്ടല്ലേ. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എന്നെ പോലൊന്നുമല്ല, കുറച്ച് ചുറ്റിത്തിരിവൊക്കെ ഉള്ള പാർട്ടിയാ. തരികിടേ. അവൻ കാരണം ഞാൻ പലപ്പോഴും പെട്ടുപോയിട്ടുണ്ട്. ഒരുപോലെ ഇരിക്കുമല്ലേ. അല്ല, അതുപോട്ടെ, സാറിനെ മേടത്തെ മനസ്സിലായില്ല. അതൊക്കെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ പോവാൻ ചലിച്ചേ. ആ ചേച്ചി, മകളുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ള ഏതൊരു അച്ഛനമ്മമാരും ചെയ്യുന്നതേ ഞങ്ങൾ ചെയ്തുള്ളൂ. മറ്റൊന്നും വിചാരിക്കരുത്. സത്യസന്ധമായ കാര്യമാണ് ഞാനും പറഞ്ഞത്. വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് മറ്റാരോടുമല്ല, നിങ്ങളുടെ മരുമോനോടാണ്, ഹരിപ്രസാദിനോട്. ഓക്കെ വിനായകൻ. മനീഷ്, സോറി മനീഷ്. കാണാം. ആയിക്കോട്ടെ. വിനായകനെ, എടാ മനീഷേ, മനീഷ അവിടെ നിക്കടാ. നീ എങ്ങോട്ടാ? എന്താ അമ്മേ? എങ്ങോട്ടാ നീ മുങ്ങുന്നെന്ന്? മുങ്ങാനോ? ഞാൻ കിണറ്റിൽ വെള്ളമുണ്ടോ നോക്കാൻ പോവായിരുന്നു. എന്തിനാ? കിണറ്റിച്ചടിച്ചാവാനോ? ആരാടാ വിനായകൻ? ആര്? നിനക്ക് ഞാൻ അറിയാതൊരു കുഞ്ഞമ്മ, അതിലൊരു മോനും, നിന്നെ പോലൊരു മോൻ. എന്തൊക്കെയാ മനുഷ്യട്ടെ ഇത്? അതാടി ഞാനും ആലോചിക്കുന്നേ. ദേ അമ്മേ, സത്യം പറയാം, ഞാൻ ആ വന്ന പാർട്ടി ഒന്ന് ഞെട്ടിച്ചതാ. അവരെന്നെ പോലെ ഗ്ലാമറുള്ള ഏതോ ഒരു വിനായകനെ കണ്ടിട്ടുണ്ട്. ആ സുന്ദരൻ ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചതാ. എന്നിട്ട് അവര് കണ്ട ഏതോ ഒരുത്തൻ നന്ദനെ കുറിച്ച് പറഞ്ഞു കൊടുത്തതോ? അതിനെന്താ മറുപടി? അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ അതൊന്ന് അന്വേഷിക്കണമല്ലോ. സത്യത്തിൽ എന്താ മനുഷ്യട്ടാ ഉണ്ടായത്? അപരൻ. അതാരാ? ഓ എടി, എന്റെ രൂപസാദൃശ്യമുള്ള വേറൊരുത്തനെ അവൻ പറ്റിക്കുന്ന പണിയാ ഇതെല്ലാം. ഞാനാണെന്ന് പറഞ്ഞ് പലയിടത്തും ചെന്ന് പൈസ വാങ്ങിക്കുന്നതും അവനാ. അങ്ങനെയാണെങ്കിൽ അത് ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? ആ ഓ, അവൾ അതിന്റെ ബാക്കി. ഇത്ര പൊട്ടിയായി പോയല്ലോടി നീ.
അങ്ങനെ ഒരാളില്ല. ഓ ഉണ്ട് അമ്മേ. ദേ ലോകത്തിൽ ഒരാളെ പോലെ ഇരിക്കുന്ന 7 പേരുണ്ടെന്നൊക്കെയാ പറയുന്നേ. നിന്നെ പോലെ തലതിരിഞ്ഞ ഒരുത്തൻ ഈ ലോകത്ത് നീ മാത്രമേ കാണൂ. നീ ഇനി കള്ളം പറയണ്ട. വിനായകൻ എന്ന കള്ളപ്പേര് പറഞ്ഞ് അവരെ കണ്ടത് നീ തന്നെയാ. എന്നിട്ട് ഹരിപ്രസാദിന്റെ അമ്മായിയച്ഛനോട് നന്ദനയുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്തിനാ മനീഷേട്ട ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നേ? എടി ലൈല, മിണ്ടരുത് നീ. നീ മിണ്ടരുത്. നന്ദന നിനക്ക് എന്ത് ദ്രോഹാടാ ചെയ്തേ? നിന്റെ മൂത്തതല്ലേ അവള്? ഉപകാരത്തിനോ ഇല്ല, ഉപദ്രവിക്കാതിരുന്നൂടെ നിനക്ക്? മൂത്ത പെങ്ങളാണെന്ന് അമ്മ പറയും. അവള് കാരണം എനിക്ക് എന്ത് ഗുണം ഉണ്ടായിട്ടുള്ളത്? ഒരൊറ്റ കാര്യമെങ്കിലും പറഞ്ഞതാ. അതെ, അവളെ വളർത്തിയത് അവളുടെ അമ്മയല്ല, എന്റെ അമ്മയായ നിങ്ങളാ. പുന്നരിച്ചത് അത്രയും എന്റെ അച്ഛനും. അവസാനം അച്ഛൻ സ്വത്ത് എഴുതി കൊടുത്തതും നന്ദനയ്ക്ക്. എനിക്കെന്ത് കിട്ടി? പനക്കലെ മനീഷ് എന്നുള്ളൊരു സ്ഥാനപ്പേര്. അമ്മയോട് എന്തിനാ മനീഷേട്ട ഇതൊക്കെ പറയുന്നത്? പറയട്ടെ ലൈലേ, കേൾക്കാന്നുള്ളത് എന്റെ വിധി. ഓ, വിധി, ഗതികേട്, ജാതകദോഷം, പതിവ് ഭാണ്ഡം അടിക്കാൻ തുടങ്ങി. ഡേ, എല്ലാം കേട്ടിട്ടെ നീ ഒന്ന് സമാധാനിപ്പിച്ചു കൊടുക്ക്. എനിക്ക് വരെ പണിയുണ്ട്. ഇന്ന് കുടിക്കാനൊരു കാരണമായല്ലോ. എന്തു പറഞ്ഞു രവി? മെയിൻ റോഡിൽ കയറാൻ ഇതിലൊരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന്. 4-5 കിലോമീറ്റർ ലാഭം ഉണ്ടാവത്രേ. അതിലേ പോവാം. ഒരുപക്ഷെ നേരെ പോയാൽ ഹരിയുടെ അച്ഛനും അമ്മാവനും മറ്റേ വഴി കണ്ടാലോ? ഞാൻ മറ്റൊരു ഐഡിയ പറയട്ടെ. എന്താ? നമുക്കിപ്പോ വീട്ടിൽ ചെന്നിട്ട് അത്യാവശ്യമൊന്നുമില്ലല്ലോ. സിനിമയ്ക്കാണ് ഞാനില്ല. തിയേറ്ററിൽ പോയി 2 മണിക്കൂർ ഒറ്റ ഇരിപ്പിരിക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. സിനിമയ്ക്കല്ല, നമുക്ക് തൃശ്ശൂരേക്ക് പോയാലോ? തൃശ്ശൂർ എന്താ? നന്ദനെ കാണാൻ. ജലജേ, നമ്മൾ എന്തിനു പേടിക്കണം രവി? അല്ലെങ്കിൽ അവളാരാ? നന്ദന നമ്മളെയാണ് പേടിക്കേണ്ടത്. ഇനി അന്വേഷണത്തിന്റെ സർവേയുടെ ഒന്നും ആവശ്യമില്ല. നേരിട്ടെന്ന് കണ്ടു വിവരം സംസാരിക്കാം. ആ പെണ്ണവിടെ ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് താമസിക്കുകയല്ല, ഭർത്താവിന്റെ വീട്ടിലാ. ആ മനുഷ്യനുണ്ടെങ്കിൽ അയാളോട് നമ്മളത് പറയും. രവി ആരുടെ സൈഡ് പിടിച്ചാ സംസാരിക്കുന്നത്? നന്ദനയുടെ കാര്യം സേഫാക്കുന്നല്ല നമ്മുടെ ജോലി. അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നതും നമ്മുടെ ജോലിയല്ല. ഇതാണ് രവിയുടെ കുഴപ്പം. എന്തിനും നോ. ഇത്രയും മടി പാടില്ല കേട്ടോ. ജലജ ഇപ്പൊ ഒരു ആവേശത്തിന്റെ പുറത്താ സംസാരിക്കുന്നത്. തൃശ്ശൂർ വരെ ഡ്രൈവ് ചെയ്യാൻ എനിക്കൊരു മടിയില്ല. നന്ദനെ കാണാൻ ധൈര്യക്കുറവുമില്ല. പക്ഷെ അതിന്റെ വരുംവരായികളെ കുറിച്ച് ചിന്തിക്കണം. നമ്മൾ കേട്ടതുപോലെ ഹരിപ്രസാദും നന്ദനയും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്നിരിക്കട്ടെ. അതിൽ സത്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെന്ന തീർച്ചയായിട്ടും ആ വിവരം നന്ദനെ ഹരിയെ വിളിച്ചറിയിക്കും. അറിയിക്കട്ടെ, അതിനെന്താ? ഹരി അത് കേട്ട് മിണ്ടാതിരിക്കില്ല. നമ്മുടെ ഇടപെടല് ഇൻസൾട്ടിംഗ് ആയിട്ടോ അധികപ്പറ്റായിട്ടോ ഹരിക്ക് തോന്നും. ഹരി ചോദിക്കുന്നതേ നമ്മളോടായിരിക്കില്ല, സുപ്രിയോടായിരിക്കും. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ആഫ്റ്റർ എഫക്റ്റ് താനോ ഞാനോ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. കാര്യങ്ങൾ ഇവനെ കയ്യിൽ നിന്നൊന്നും വരില്ല. മനസ്സിൽ കളങ്കമുണ്ടെങ്കിൽ പ്രിയോട് നേരിട്ട് ചോദിക്കാൻ ഹരിപ്രസാദിന് ധൈര്യം ഉണ്ടാവോ? പഴയ ബന്ധം ഇപ്പോഴും തുടരാൻ ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാനാണോ ധൈര്യമില്ലാത്തത്? വീണ്ടും വിചാരത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഇപ്പൊ തന്നെ അല്പം ധൃതി കാണിച്ചു നമ്മള്. പ്രിയയുടെ വായിൽ നിന്ന് ഹരിയെക്കുറിച്ച് നെഗറ്റീവായിട്ട് ഒരു സൂചനയും വന്നില്ലെന്ന് ഓർക്കണം. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ. നമുക്ക് വീട്ടിലേക്ക് പോവാം. നിക്ക് രവി, ആ വിനായകനെ കുറിച്ച് എന്ത് തോന്നുന്നു? അവൻ വിനായകനും വിഘ്നേശ്വരനും ഒന്നും അല്ല. പറഞ്ഞു കേട്ടില്ലേ, ഏതോ മനീഷ് എന്നാ പേര്. തട്ടിപ്പ് കേസാ. അങ്ങനെ ഒരുത്തം പെങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ മുഖവിലേക്ക് എടുക്കാൻ പാടില്ലായിരുന്നു. താൻ കേറ്. എന്നാ പോ.